ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാറും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ സൗത്ത് സൈഡിലുള്ള ബാത്ത് എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ പ്രദേശമാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് വലിയ ട്രാഫിക് ഇല്ലാതെ ഏകദേശം 275 കിലോമീറ്റർ ഞങ്ങളൊരു 4.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. അങ്ങനെ പോയി ആദ്യം തന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു പ്ലേസ് ആയിരുന്നു ഞങ്ങൾ അന്വേഷിച്ചത്. കാരണം ഇംഗ്ലണ്ടിൻ്റെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പ്രോപ്പർ പാർക്കിംഗ് പ്ലേസിലല്ലാതെ കാറ് വെക്കുക എന്ന് പറഞ്ഞാൽ അത് നടപടിയാവുന്ന കാര്യമല്ല. കാരണം വലിയ ഫൈനാണ് അവർ നമുക്ക് അടിച്ചു തരിക. അങ്ങനെ മെല്ലെ ഞങ്ങൾ പാർക്കിംഗ് പ്ലേസ് ഒക്കെ തപ്പി കാറ് വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഏവൺ നദിയുടെ സൈഡിലോട്ടാണ്. ഏവൺ നദിയുടെ സൈഡിലാണ് റോമക്കാർ സ്ഥാപിച്ച ഈ ഒരു ബാത്ത് എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഞാനിതൊക്കെ ഓൾറെഡി ഗൂഗിൾ നോക്കി വെച്ചത് കൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. എന്നെ അവിടെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരു കാര്യമാണ് അവിടുത്തെ ബോട്ടിലെ താമസം. കാരണം ഇംഗ്ലണ്ടിൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. ഇവിടെ സംബന്ധിച്ച് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നത് പോലെയാണ് അവർ ബോട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം ആ ഒരു ഏവൻ നദിയുടെ സൗന്ദര്യം ആസ്വദിച്ച് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്നു തുടങ്ങി. തണുപ്പ് നന്നായിട്ട് കൂടി വരുന്നുണ്ടെങ്കിലും ഞങ്ങളെ അത് വലിയ രീതിയിൽ ബാധിച്ചില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൽ ഡ്രസ്ഡ് ആയിരുന്നു. ഇപ്പം മൈനസാണ് UK കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്ന കൂട്ടത്തിലാണ് കുറേ ബിൽഡിങ് കണ്ടത്. എന്നെ എല്ലാവരെയും പോലെ തന്നെ ഈ നഗരത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബിൽഡിങ്സാണ്. ഓൾമോസ്റ്റ് 1500-1700 വർഷമാണ് ഓരോ ബിൽഡിങ്ങിൻ്റെയും ഏജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഞാൻ ഓൾറെഡി ഗൂഗിൾ നോക്കിയതിന് കൊണ്ടാണ് എനിക്ക് ഈ വർഷങ്ങളൊക്കെ മനസ്സിലായത്. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇവരെ കൺസ്ട്രക്ഷൻ. ഈ കാണുന്ന ഓരോ ബിൽഡിങ്ങിലും പുതിയ പുതിയ കുറേ ഓഫീസുകളാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് പുറത്തുനിന്ന് കാണുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല. കാരണം ആധുനികത യാതൊരു തരത്തിലും ഈ ബിൽഡിങ്സിനെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഭംഗിയും. ആ ഒരു പോക്കിലാണ് ഞങ്ങൾ ലണ്ടൻ ക്യാമറ എക്സ്ചേഞ്ച് കണ്ടത്. ബോയ്സ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അവർക്ക് അങ്ങോട്ടൊരു ചായ്വ് വന്നെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ കവർ ചെയ്യാൻ പോയില്ല. ഈ ഒരു മാപ്പ് നോക്കി ഞാൻ കുറേ സമയം നിന്നെങ്കിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പക്ഷേ പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സിന് ഇതൊക്കെ വലിയൊരു ഹെൽപ്പാണ്. ഇതൊക്കെ ഇവരുടെ ഒരു ടൂറിസത്തിൻ്റെ എടുത്തു പറയേണ്ട നല്ല നല്ല കാര്യങ്ങളുമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിച്ചേർന്നത് ഈ ഒരു ബാത്തിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ്. അവിടെ നമുക്ക് കുറേ കടകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. ഏകദേശം 6 മില്യൻ്റെ അടുത്ത് ആളുകൾ ഇയർലി ഈ ഒരു ബാത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയൊരു റഷില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളും കവർ ചെയ്തു. കാരണം ഓരോ യാത്രയുടെയും അവശേഷിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ്. അവിടുന്ന് പിന്നെ കുറേ അതിൻ്റെ കാഴ്ചയും ആസ്വദിച്ച് അതിൻ്റെ ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. കുറേ സംശയങ്ങൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുമെങ്കിലും കുറച്ചൊക്കെ അവർ മറുപടി പറയും, കുറച്ചൊക്കെ അവരെന്നെ കളിയാക്കും. അപ്പം ഞാൻ ChatGPTയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ഞാൻ ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ പ്രാധാന്യം ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു നടത്തത്തിനിടയിലാണ് വേറൊരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടത്. ഒരു ചേച്ചി നിന്നുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ഇത് ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഭാഗത്തും സർവ്വസാധാരണമാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾക്കും സ്ഥലം കാണാൻ വരുന്നവർക്കും ഇത് വലിയൊരു ആസ്വദിക്കാനുള്ളൊരു അവസരവും. കുറച്ചു നേരം ഞാനും അതെല്ലാം കേട്ടും കണ്ടുകൊണ്ട് നിന്നു. പിന്നെ നമ്മളത് കഴിയുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ ആ ചേച്ചിക്ക് നൽകി. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊക്കെയല്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചപ്പോഴാണ് ഇവർക്ക് വേറൊരു പ്ലാന് വന്നത്. ബാത്തിൻ്റെ ഗ്രാമപ്രദേശം നമുക്കൊന്ന് ടച്ച് ചെയ്താലോ. ബാത്തിൻ്റെ ഉള്ളോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൗന്ദര്യം കൂടുന്നതാണത്രേ. അങ്ങനെ ഞാനും അവരുടെ വാക്ക് കേട്ട് വീണ്ടും കാറിൽ കയറി ഞങ്ങൾ ഏകദേശം 2-2.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ബാത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തെത്തി. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു പക്കാ ഗ്രാമം. യാതൊരു തരത്തിലുള്ള കടകളോ കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് അവിടെ കാണാൻ പറ്റിയത്. ഇവിടെ സാധാരണ പോലെ തന്നെ എന്നെ അട്രാക്റ്റ് ചെയ്തത് അവിടുത്തെ കൺസ്ട്രക്ഷനാണ്. കാരണം എല്ലാ വീടും ഒരുപോലെ. അതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. വീട് നമ്പർ ഇല്ലാതെ ഇംഗ്ലണ്ടിൽ ഒരു വീട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ആ പോക്കിലാണ് ഞങ്ങളൊരു പള്ളി കണ്ടത്. മെല്ലെ പള്ളിയിൽ കയറിയതും കാണാൻ പറ്റിയത് സെമിത്തേരി. ആ 3 ആൺകുട്ടികൾ കൂടെയുള്ള ധൈര്യത്തിൽ ഞാനും അവരെ കൂടെ കയറി. കുറേ ശവകുടീരങ്ങൾ അവിടെ കാണാൻ പറ്റി. പള്ളിയിൽ കയറണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അന്ന് അവിടെ ആരെയും കാണാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ റൂൾസും കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അതിന് മുതിർന്നതും ഇല്ല. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും അവിടുത്തെ രീതികൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ.
ഞങ്ങൾ കുറേ സമയം ആ ഒരു പള്ളിയുടെ ചുറ്റുവട്ടത്തൂടെയൊക്കെ നടന്ന് ആ ഒരു കൺസെഷനും കാര്യങ്ങളും ഒക്കെ ആസ്വദിച്ചു. അപ്പോഴാണ് അക്ഷയ് ഒരു കല്ലറ കാണിച്ചത്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പെയുള്ള കല്ലറ. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതങ്ങളായിരുന്നു. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഇത് കാണാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അങ്ങനെ ഓരോ കല്ലറയും അതിൻ്റെ മുകളിലത്തെ റൈറ്റിങ്സും ആളുകളുടെ പേരും വർഷവും ഒക്കെ കൂട്ടിയും കുറച്ചും ഞങ്ങൾ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി നടന്നു. ഇവരുടെ ഒരു കൺസെഷൻ സ്റ്റൈലിൽ വേറൊരു കാര്യമാണ് ഗാർഡനിങ്, അല്ലെങ്കിൽ അവർ ആ ഒരു എൻവയോൺമെന്റിന് കൊടുക്കുന്ന ഒരു പ്രത്യേകത. ഇവരെപ്പോഴും അവരുടെ ഒരു കൺസെഷൻ രീതിയിൽ അതിനും ഒരു ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. വീടുകളുടെ മുകളിലൊക്കെ എത്രത്തോളം മരങ്ങളും കാര്യങ്ങളും പടർന്നു കയറിയാലും അവരതൊന്നും കളയാറില്ല. അതൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്യുള്ളൂ. മേ ബി അവരുടെ പൂർവികർ പകർന്നു നൽകിയ കാര്യങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ആ പോക്കിനിടയിൽ വേറൊരു മുഖം കൂടെ കണ്ടു ഞങ്ങൾ. കുറച്ചു നേരം അതിനെ നോക്കി നിന്ന് അതിനെക്കുറിച്ച് 2-3 ഡയലോഗും പറഞ്ഞ് അവിടുന്ന് വീണ്ടും ഞങ്ങൾ നടത്തം തുടങ്ങി. പോകുന്ന വഴിക്ക് ഈ ഒരു ചെടി കൊണ്ടുണ്ടാക്കിയ വീടാണോ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലെ ചെടിയാണോ എന്നുള്ളൊരു സംശയം വരെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പ് ഉള്ളതാണ്. എന്നിട്ടും ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ക്വാളിറ്റിയോട് കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഇവരെ ഒരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. അവിടുന്ന് വീണ്ടും ഞങ്ങൾ എത്തിയത് ഒരു റിവറിൻ്റെ സൈഡിലാണ്. അപ്പോഴാണ് അത് നേരത്തെ കണ്ട ഏവൻ റിവറിൻ്റെ വേറൊരു സൈഡാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അവിടേക്ക് എന്തോ ഒരു എൻട്രി ബോർഡ് ഇല്ലായിരുന്നു. നോ എൻട്രി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടേക്കൊന്നും പോകാൻ നിന്നില്ല. അപ്പോഴേക്ക് തന്നെ ഓൾമോസ്റ്റ് ടൈം ഒരു 6 മണിയുടെ അടുത്ത് ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഈ ഒരു ബാത്ത് എന്ന നഗരത്തിനോട് വിട പറയാനുള്ള പ്ലാനിലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് നടന്ന് കാറിൻ്റെ അടുത്ത് പോയി. അവിടുന്ന് കാറെടുത്ത് അപ്പോഴേക്ക് വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് മെക്ഡിയും കയറി നേരെ വീട്ടിലെത്തി. ഏകദേശം 8:30 കൂടെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ബാത്തിൻ്റെ വിശേഷങ്ങളോടുകൂടെ ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.